ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അങ്ങനെ വർഷയ്ക്കും ശ്രീകാന്തിനും വേണ്ടിയിട്ട് വർഷയുടെ അമ്മ ഒരു ചെക്കും കൊണ്ട് വന്നേക്കാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് ശ്രീകാന്തിനെ കണ്ട് സംസാരിച്ച് ശ്രീകാന്തിനും വർഷയ്ക്കും കുട്ടികളുണ്ടാവാൻ അവർ മടിക്കുന്നതിൻ്റെ കാരണം ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷമേ ഉള്ളൂ എന്ന് വർഷ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് ശ്രീകാന്തിന് കൊടുക്കണം. എന്നിട്ട് പറയുന്നത് എത്രയും പെട്ടെന്ന് നീ റെസ്റ്റോറൻറ്റ് തുടങ്ങി നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത വർഷമാകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു കുട്ടീനെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് നീ റെസ്റ്റോറൻറ്റ് തുടങ്ങണം. നിൻ്റെ ശമ്പളം വെച്ചിട്ട് പെട്ടെന്നൊന്നും റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റില്ല. ഇന്നത്തെ രീതിയിൽ ജീവിച്ചാൽ മതിയോ? ഈ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചാൽ മതിയോ? വർഷയെ നല്ല രീതിയിൽ നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയണം, ആൻറ്റി എന്താ ഞാനിപ്പോൾ വർഷയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇതുപോലത്തെ ജീവിതം പോരല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജീവിതം വേണ്ടേ ശ്രീകാന്തേ? അതുകൊണ്ട് ഈ ചെക്ക് നീ മേടിക്കണം. എനിക്ക് വേണ്ട ആൻറ്റി ഇത് പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ പൈസ കൊണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോലും മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പറയും നീ ഞങ്ങളെ അന്യരായിട്ട് കാണരുത്, ഞങ്ങൾക്കൊരൊറ്റ മോളുള്ളൂ വർഷ, അവൾ നന്നായി ജീവിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇത് നീ അന്യരായിട്ട് ഞങ്ങളെ കാണരുത്. നീ എന്താവശ്യം വന്നാലും ഞങ്ങളോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് നിർബന്ധമായി ശ്രീകാന്തിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, വേണ്ട ആൻറ്റി എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ സമ്മതിക്കുന്നില്ല മഹിമ. അപ്പോൾ എത്രയും പെട്ടെന്ന് പണി തുടങ്ങട്ടെ, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞുവാവിനെ തരണം രണ്ടുപേരും കൂടി പറഞ്ഞിട്ട് മഹിമ അങ്ങനെ കാറിൽ കയറി പോകുമ്പോൾ ശ്രീകാന്ത് കാറിൽ വിളിക്കുക, ആൻറ്റി ഇത് വേടിക്കുക പറയുമ്പോൾ മഹിമ ശ്രദ്ധിക്കുന്നില്ല. മഹിമ അങ്ങനെ കാറിൽ കയറി പോവാണ്. അത് കഴിഞ്ഞു ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. വർഷ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ വർഷ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വർഷയെ വിളിച്ചിട്ട് ഈ ചെക്ക് എടുത്തിട്ട് അവളുടെ മേത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ വർഷയ്ക്ക് ഇത് എന്താ അത് ചെക്ക് തുറന്ന് നോക്കുക പറയും. അപ്പോൾ വർഷ തുറന്ന് നോക്കുമ്പോൾ അത് ബ്ലാങ്ക് ചെക്കാണ്. അപ്പോൾ ശ്രീകാന്ത് ഇതിനോട് ചോദിക്കുക, ഇതെന്താ ചെക്കൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ നിൻ്റെ അമ്മോട് പറഞ്ഞോ റെസ്റ്റോറൻറ്റ് തുടങ്ങാത്തത് കൊണ്ട് നമുക്ക് കുട്ടികളെ ഉണ്ടാവാൻ മടിക്കുന്നതെന്ന്? റെസ്റ്റോറൻറ്റ് തുടങ്ങി സെറ്റപ്പായിട്ടേ കുട്ടികളുണ്ടാവുള്ളൂ, ഒരു ഇതൊക്കെ നിലനിൽപ്പായിട്ടേ കുട്ടികളുണ്ടാവുള്ളൂ എന്ന് നീ പറഞ്ഞോ? അതിപ്പോൾ ഞാൻ കുട്ടികൾ വേണമെന്ന് അമ്മ നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ നിൻ്റെ അമ്മ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി തന്ന ബ്ലാങ്ക് ചെക്ക് അത്, ഇത് എത്ര രൂപ വേണമെങ്കിലും എഴുതി ഒപ്പിട്ടോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ട അവരുടെ കാശ്, ഇത് അവർക്ക് നീ തന്നെ തിരിച്ചു കൊടുത്തോ. ഇതെന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയണ? പിന്നല്ലാതെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തമായി വരുമാനം കൊണ്ട് തുടങ്ങണം എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. വേറൊരാളുടെ സഹായം കൊണ്ട് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് തന്നെ ഞാൻ ഇരിക്കണത്. എന്നാൽ പിന്നെ നീ റെസ്റ്റോറൻറ്റ് തുടങ്ങൽ കണക്ക് തന്നെയാണ്, ഇപ്പോഴൊന്നും നടക്കില്ല. വേണ്ട, എനിക്കൊരു ധൃതിയില്ല, മെല്ലെ മതി, ഞാൻ എനിക്ക് തിരക്കുണ്ടെന്ന് നിന്നോട് പറഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ നീ എന്നോട് ചൂടാവണേ? ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന കാര്യം ഞാൻ അമ്മോട് പറഞ്ഞത് ഇങ്ങനെ കുട്ടികളുടെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പൈസയും കൊണ്ടുള്ള ബ്ലാങ്ക് ചെക്കും കൊണ്ട് വരാമെന്ന് ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞിട്ടില്ല. നീ പറയണ്ട, നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയരുത്, അത് നിൻ്റെ മനസ്സിൽ തന്നെ ഒതുങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ വർഷം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിൻ്റെ അമ്മേനെ വിളിച്ച് പറയണത്? അതുകൊണ്ടല്ലേ ആൻറ്റി ബ്ലാങ്ക് ചെക്കും കൊണ്ട് വന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് എൻ്റെ അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മയുടെ മുഖത്ത് നോക്കി പറയണം. ഈ ചെക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് അപ്പം തന്നെ പറയാമായിരുന്നല്ലോ. ഞാൻ കുറേ പറഞ്ഞത് ആൻറ്റി മേടിക്കാതെ പോയി, അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണമായിരുന്നു. എന്നോടല്ല പറയാം, അവനവൻ ഒരാളോട് എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും അതങ്ങോട്ട് തുറന്ന് പറയണം. പിന്നെ അത് മനസ്സിൽ വെച്ചിട്ട് വേറൊരാളോട് സംസാരിക്കല്ല വേണ്ട. എന്നിട്ട് ആ ചാപ്റ്റർ അവിടെ ക്ലിയർ ചെയ്യണം. ഞാനൊരു കാര്യം പറയാം, ഈ ചെക്ക് കൊണ്ടുവരാനോ നിന്നെ സഹായിക്കാനോ ഞാൻ അമ്മയോടോ അച്ഛനോടോ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എൻ്റെ മേലെ കുതിര കയറാൻ വന്നാലുണ്ടല്ലോ, ഞാനത് കേട്ടിരിക്കില്ല പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെക്ക് കൊടുത്തിട്ട് പറയും, ഇത് നീ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് പറ, എനിക്ക് താല്പര്യമില്ല എന്ന് പറ, അല്ലാണ്ട് എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കണ്ട, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വർഷ ഇനി മേലെ ഇതിൻ്റെ പേരിൽ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരരുത് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് ദേഷ്യം വന്നിട്ട് പോവാണ്. അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരാണ്. ശ്രീകാന്ത് എന്ത് ചെയ്യും, ഈ ചെക്ക് എടുത്തിട്ട് ചുരുട്ടിക്കുട്ടി നിലത്തേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ ഒരു ചെറിയൊരു ക്രാഷ്, അവരുടെ ഇടയിലൊരു വഴക്കാണ് നടന്നത്. അത് കഴിഞ്ഞു പിന്നെ കാണിക്കണത് ആദിയുടെ വീടാണ്. ആദിക്കുട്ടൻ ഇങ്ങനെ ഉമ്മർത്ത് കാത്തിരിക്കുകയാണ്, അവൻ്റെ അമ്മ വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മമ്മ അകത്തുനിന്ന് വന്നിട്ട് പറയും, ആദി നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അകത്തേക്ക് വാ പറയുമ്പോൾ ഞാൻ വരില്ല, അമ്മ വരുന്ന കാണാനില്ല അമ്മമ്മ, എന്താ അമ്മ വരാത്തെ? അമ്മ ഇങ്ങോട്ട് വരും ആദി, അവിടുന്ന് ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ, ഓടിപ്പിടഞ്ഞ് വരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ വരില്ലേ അമ്മമ്മയെ ചോദിക്കുകയാണ്. അമ്മ വരാമെന്ന് പറഞ്ഞിട്ടല്ലോ ആദി, പിന്നെ എന്തിനാ നീ പേടിക്കണേ? അമ്മ വരും, വരാതിരിക്കില്ല പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാട്ടെ അമ്മമ്മേ, അമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കേക്കും കട്ടിയിൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കലുള്ള കാര്യം ഞാൻ പറയാട്ടോ അമ്മമ്മോട് എന്ന് പറഞ്ഞിട്ട് ആദ്യ വിഷമത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പഠിക്കലൊരു ഓട്ടോ വന്നിട്ടുണ്ട്. ആ ഓട്ടോ ഇന്ന് ശ്രുതി ഇറങ്ങുകയാണ്, അതായത് ആദിയുടെ അമ്മ.
അപ്പോൾ ആദ്യം അത് കാണുമ്പോൾ അമ്മമ്മേ ഇതേ അമ്മ വന്നു എന്ന് മറ്റും ഓടുമ്പോൾ മോനെ നീ ഓടല്ലേ വീഴും, അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, പിന്നെ എന്തിനാ നീ ഇങ്ങനെ കിടന്ന് ഓടാൻ നിൽക്കണമെന്ന് ചോദിച്ചിട്ട് അമ്മമ്മ ആദ്യനെ സ്നേഹപൂർവ്വം ശാസിക്കാണ്. അങ്ങനെ ശ്രുതിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കണം. ആദ്യം മോനെ ഹാപ്പി ബർത്ത്ഡേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാണ്. അമ്മ വന്നല്ല പിന്നെ അമ്മ വരാതിരിക്കുമോ, എൻ്റെ മുത്തിൻ്റെ പിറന്നാളിന് അമ്മ വരാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവർ കയറുമ്പോൾ ശ്രുതി പറയാൻ എൻ്റെ മോന് ഒരുപാട് പിറന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം എന്നാൽ ഇത് നിനക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് അമ്മ ഡ്രസ്സ് മേടിച്ചതാ, മോൻ പോയിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വാന്ന് പറയുമ്പോൾ മോൻ്റെ ഫ്രണ്ട്സൊക്കെ വരില്ലേക്കും. ആ ഫ്രണ്ട്സൊക്കെ വരും അമ്മയെ പറയും. അപ്പോൾ കേക്ക് വന്ന അമ്മയൊക്കെ വലിയ അപ്പം വരും പറയും. അത് കഴിഞ്ഞിട്ട് ആദ്യയോട് പറയാണ്. അപ്പോൾ ആദ്യം പറയാണ് അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ പറയുക, ഇന്ന് അച്ഛൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയട്ടെ അമ്മ എൻ്റെ അമ്മയാണെന്ന്. അയ്യോ അത് വേണ്ട മോനെ, പറയാനുള്ള സമയമായിട്ടില്ല ആദ്യക്കുട്ടാ പറയും. ഞാൻ പറയട്ടെ അമ്മ, അവരൊക്കെ എന്നോട് എപ്പോഴും അമ്മയില്ലാത്തവനല്ലേ, നിനക്ക് അമ്മയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട്, ഞാനിന്ന് പറഞ്ഞോട്ടെ അമ്മ ചോദിക്കുമ്പോൾ ശ്രുതിയുടെ ഭാവം പെട്ടെന്ന് പറയാം. ആദ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊന്നും പറയാനുള്ള സമയമായിട്ടില്ല, സമയമാകുമ്പോൾ അമ്മ പറയാം, നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ശരി അമ്മ ഞാൻ പറയില്ല, എന്നാൽ മോനൊരു കാര്യം ചെയ്യും, ഡ്രസ്സ് ഇട്ടിട്ട് ഓടി നോക്കട്ടെ ഭംഗിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവൻ ഡ്രസ്സിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അമ്മ പറയും ശ്രുതി ഇനിയെങ്കിലും നിനക്കത് മറച്ചു വയ്ക്കാതെ തുറന്ന് പറയാം എല്ലാവരോടും, നീ എത്ര കാലം എന്ന് വെച്ചിട്ട് ഈ സത്യം മറച്ചു വയ്ക്കും. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാൻ ഇവിടെ നിൽക്കണോ അതോ വീട്ടിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ പറഞ്ഞു എന്നുള്ളത്, അധിക കാലമൊന്നും സത്യം മൂടി വയ്ക്കാൻ പാടില്ല ശ്രുതി, ഒരു കാലത്ത് എന്തായാലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യുമെന്ന് പറയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആദിക്കുട്ടൻ ഒരു ചുവപ്പ് കളർ കുർത്തയൊക്കെ അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ട് വരണം. എന്നിട്ട് ചോദിക്കാം അമ്മയെ ഭംഗി ഇരിക്കുമ്പോൾ അയ്യോ എൻ്റെ ഇപ്പോൾ സുന്ദരനായാലോ നല്ല ചന്തൻ്റെ പറഞ്ഞിട്ട് ശ്രുതി അവനെ ചേർത്ത് പിടിക്കണം. അപ്പോഴത്തേക്കും ആദിയുടെ ഫ്രണ്ട്സും അവരുടെ മാതാപിതാക്കളൊക്കെ വരികയാണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രുതിയോട് ചോദിക്കണം കല്യാണി സുഖമല്ലേ ചോദിക്കുമ്പോൾ ആ സുഖമാണ് പറയുന്നത്, നീ എപ്പോഴാണ് വന്നേ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ പറയും. അപ്പോൾ പറയും കല്യാണി ഈ വീട്ടിൽ ഇപ്പം അമ്മയും മോനും മാത്രമല്ലല്ലോ, നിങ്ങളൊക്കെ അവിടെ കൂടി നിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടക്കൂടെ ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പം നടക്കില്ല എന്നൊക്കെ പറയണ കല്യാണി. അത് കഴിഞ്ഞിട്ട് ശ്രുതി ഹായ് മോനെ, ആദിയുടെ കൂട്ടുകാരൻ പറയണ ഹായ് ആദി നിൻ്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ പറയുമ്പോൾ ഇതെൻ്റെ അമ്മ വാങ്ങി തന്നതാന്ന് പറയണം. അപ്പോൾ അവരൊക്കെ അമ്മയോ ആദിയുടെ അമ്മയോ ചോദിക്കുമ്പോൾ അല്ല ആൻറ്റി വാങ്ങി തന്നതാന്ന് പറയണ ആദി. അവിടെ കിടന്നിട്ട് ഇങ്ങനെ തപ്പാണ് കിടന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ ഫ്രണ്ട്സ് വന്നു, അവരൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ശ്രുതി ഇവരുടെയൊക്കെ ടോപ്പിക്ക് വിടാൻ വേണ്ടിയിട്ട് ശ്രുതി പറഞ്ഞു നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, ഞാൻ കേക്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോവാണ്. എന്നിട്ട് പറയും കേക്ക് എടുത്തിട്ട് കൊണ്ട് വരാം അമ്മ, ഇതിൻ്റെ കത്തി കാണാനില്ല, കത്തി അകത്തുണ്ട് പറയാം, ഞാൻ എടുത്തിട്ട് വരാം അമ്മയെ പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോണ സമയത്താണ് രേവതി സച്ചിയും ആദ്യയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് രേവതി പറയുന്നുണ്ട് സച്ചേട്ടാ ആദ്യം അവിടെ ഉണ്ടാവോ സച്ചേട്ടാ, നമ്മൾ പോണത് വെറുതെ ആവോ ചോദിക്കുമ്പോൾ അവൻ എവിടെ പോകാൻ, അവൻ അവിടെ ഉണ്ടാവും. അല്ല ഇന്ന് സ്കൂളുണ്ടെങ്കിൽ എൻ്റെ രേവതി ഇന്ന് ഹോളിഡേ അല്ലേ, എവിടെ സ്കൂളിൽ പോകാൻ ആദ്യം, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലേ എന്നൊക്കെ. അയ്യോ ഞാനത് മറന്നു എന്ന് പറയാണ്. എന്നിട്ട് അവർ ആദ്യയുടെ വീടിൻ്റെ മുമ്പിലെത്തി കാറ് നിർത്തി വീട്ടിലേക്ക് കയറുന്ന നേരത്ത് കാണുമ്പോൾ നിറയെ ആൾക്കാരേനെയും അവിടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണുമ്പോൾ രേവതി പറയും സച്ചിയോടെ എന്താ സച്ചിയിട്ട് ഇവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സച്ചി പറയും ശരിയാ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താ ഫംഗ്ഷൻ ആവുമോ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ആദ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ബലൂണൊക്കെ എടുത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് സച്ചിനെയും രേവതിനെയും കാണുകയാണ്. അപ്പോൾ സച്ചിയങ്കളെ വിളിച്ചിട്ട് ഓടി വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ശബ്ദം കേട്ട് നോക്കണ ശ്രുതി കാണുന്നത് രേവതിനെയും സച്ചിനെയാണ് പൂമുഖത്ത്. അപ്പോൾ ശ്രുതി വേഗം പോയിട്ട് മറഞ്ഞിരിക്കുകയാണ് ഒരു റൂമിൽ പോയിട്ട്. ഇവരെ കാണുമ്പോൾ ആദിയുടെ അമ്മമ്മ ഭയങ്കരമായിട്ട് പേടിക്കുന്നിട്ട് ഓടി വരെ സച്ചി രേവതി നിങ്ങളെന്താ വന്നു ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ആദിനൊന്ന് കാണാൻ വേണ്ടി വന്നത് ആൻറ്റി, ഇത് എന്താ ആൻറ്റി ഇവിടെ വിശേഷം ചോദിക്കുമ്പോൾ ആദ്യം പറയും ഇന്നെൻ്റെ ബർത്ത്ഡേ പറയും. ആണോ ഹാപ്പി ബർത്ത്ഡേ മോനെ പറയും. അപ്പോൾ രേവതി പറയും ആഹാ നമ്മൾ വന്നത് നല്ല സമയത്താണല്ലോ സച്ചേട്ടാ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് പറയാം എന്നാൽ മോനെ നമുക്ക് കേക്ക് മുറിക്കാടാ ചോദിക്കും ആദ്യം സച്ചിയും രേവതിയും കൂട്ടിയിട്ട് ആദ്യക്കുട്ടനോട്. എന്നിട്ട് അപ്പോൾ എന്താ പറയുക ആദ്യയുടെ അമ്മൂമ്മ ആകെ പേടിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ അകത്ത് മറിഞ്ഞിരിക്കുകയാണ്. ദൈവമേ ഇവരിപ്പോൾ എന്തിനാ വന്ന്, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാം ആദ്യയുടെ അടുത്തേക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി മറിഞ്ഞിരിക്കണ സമയത്ത് അങ്ങനെ ആദ്യയുടെ അമ്മൂമ്മയോട് കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അകത്തേക്ക് വരുമ്പോൾ അവിടെ നിൽക്കണവർ ചോദിക്കുകയാണ് ഇത് ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും ഞങ്ങൾ അവരുടെ മക്കളെ പോലെയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയും. മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പറയും അവരുടെ മക്കളെ പോലെയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയാനും.
അങ്ങനെ കേക്ക് മുറിക്കാന്ന് പറയുമ്പോൾ ആദ്യക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്. ഇതാ മോന് ഗിഫ്റ്റ് കൊണ്ട് വന്നതാണ്, ഞങ്ങൾ മറ്റേ ഗിഫ്റ്റ് കൊടുക്കും, ചോക്ലേറ്റ് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറയുന്നിട്ട് അമ്മമ്മോട് പറയും. ഞാൻ ഒരു ഓട്ടം പോയപ്പോൾ രേവതിക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ ഉണ്ട് ഡിസ്പ്ലേയിൽ ഒരു നല്ല ഡ്രസ്സ് കിടക്കണം ആൻറ്റി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ആദ്യക്ക് നന്നായിരിക്കുന്നു, അത് കാരണം ഈ ഡ്രസ്സ് എടുത്തിട്ട് ആദ്യക്ക് മേടിച്ചിട്ട് വന്നതാന്ന് പറയും. അപ്പം ശ്രുതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നില്ല, ആദ്യം ഇങ്ങനെ നോക്കിക്കാണ്. ആദ്യം ഇങ്ങനെ നോക്കിക്കുമ്പോൾ രേവതി സച്ചിൻ ഒക്കെ എന്താ മോനെ കേക്ക് കട്ട് ചെയ്യാത്ത ചോദിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ 4 വശത്തേക്കും തിരഞ്ഞിട്ട് ഇങ്ങനെ അമ്മയോ അമ്മ വന്നിട്ടില്ല അതിന് മോൻ്റെ എന്ന് പറയുമ്പോൾ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവിടെ കൂടി നിന്ന് ആൾക്കാർ പറയണേ ഇവൻ നേരത്തെ ഇങ്ങനെ പറയണ്ടായിരുന്നു അമ്മ ആൻറ്റി എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും ആൻറ്റി ആദ്യയുടെ അമ്മമ്മോട് പറയും ആൻറ്റി അവൻ്റെ അമ്മ വരാത്തതിൽ അവന് ഭയങ്കര വിഷമമുണ്ട്, ഒരു കാര്യം ചെയ്യാം അമ്മേ, ആൻറ്റീനെ അല്ലേ അവൻ അമ്മയായിട്ട് കാണുന്നത്, അവൻ്റെ ആൻറ്റീനെ ഒരു കാര്യം ചെയ്യുക, അവരോട് ഇങ്ങോട്ട് വരാൻ പറ, ഗൾഫിലത്തെ ജോലിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ, എന്നിട്ട് നാട്ടിൽ വന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ എന്തെങ്കിലും ജോലി നോക്കിയിട്ട് നിൽക്കാൻ പറ എന്നൊക്കെ പറയാം. അതൊക്കെ പറയുന്ന സമയത്ത് അതേ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാൻ പറഞ്ഞിട്ട് ആദ്യയുടെ അമ്മമ്മ അകത്തേക്ക് പോവാണ്. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയാണ് ഇനി എന്താ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും വരാനും കൂടി പറ്റില്ല, ഒരു കാര്യം ചെയ്യും നിങ്ങൾ കേക്ക് കട്ട് ചെയ്യും, ഞാൻ വന്നിട്ടില്ല എന്നങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അയ്യോ പാവ ആദ്യം വല്ലാണ്ട് മോഹിച്ചതല്ലേ ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ടോ, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ടിട്ട് ആദ്യയുടെ അമ്മൂമ്മേനെ അങ്ങോട്ട് പറഞ്ഞു വിടാണ്. കേക്ക് കട്ട് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം കട്ട് ചെയ്യണില്ല, ആദ്യം പറയാണ് ഞാൻ കട്ട് ചെയ്യില്ല, എനിക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആദ്യം വാശി പിടിക്കുമ്പോൾ രേവതി സത്യം പറയണേ എന്ത് പറ്റി ഇവന് ഭയങ്കര വിഷമത്തിലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യയുടെ അമ്മമ്മ പറയും വാ ഇങ്ങോട്ട് വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ ആദ്യം പറഞ്ഞിട്ട് ആദ്യനെ വിളിച്ചോണ്ടേ പൂമുഖത്ത് നിന്നിട്ട് പറയാണ് മോനെ നിന്നോട് അമ്മ എന്താ പറഞ്ഞ്, അമ്മേനെ കുഴപ്പത്തിലാക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ലല്ലേ അമ്മ, പിന്നെ എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത്, അമ്മ എല്ലാം നിന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലേ ചോദിക്കുമ്പോഴേക്ക് സച്ചി വന്നിട്ട് പറയും എനിക്ക് മനസ്സിലായി ആൻറ്റി എന്തുകൊണ്ട് അവൻ ഇത്ര വാശി പിടിക്കുന്നത് എനിക്ക് മനസ്സിലായി പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും അവൻ്റെ ആൻറ്റീനെ കാണാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്, അവരെന്നെയാണല്ലോ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നത്. ആൻറ്റി ഒരു കാര്യം ചെയ്യുക, ആൻറ്റി ആ മോളുടെ നമ്പർ കാട്ടെ, ഞാൻ വിളിച്ച് സംസാരിക്കാം, അവരോട് വരാൻ പറയുമ്പോൾ വേണ്ട അവൾ ഗൾഫിലാന്നല്ലേ പറഞ്ഞാൽ അവരോട് അവിടുത്തെ ജോലിയൊക്കെ നിർത്തി നാട്ടിൽ നിൽക്കാൻ പറയും. അപ്പോൾ വേണ്ട അവളിപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അവൾ ജോലിയിലായിരിക്കും എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് തോന്നുന്നില്ല ആൻറ്റി ഇനി അവരൊന്നും ആദ്യയുടെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻറ്റി, അവരോരോ ഒഴിവുകഴിവ് പറയും രേവതി. അപ്പോൾ വീണ്ടും ആദ്യയുടെ അമ്മമ്മ പറയും വേണ്ട ഞാൻ വിളിച്ചോളാം അവളെന്നെ, വേണ്ട നിങ്ങളിങ്ങോട്ട് കാട്ടെ, നമ്പർ കാട്ടെ, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കാട്ടെ, ഞങ്ങൾ സംസാരിക്കാം അവരോട്, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആദ്യയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ട് അവൻ്റെ മനസ്സ് ഇങ്ങനെ വിഷമിപ്പിക്കണോ ആൻറ്റി, നല്ലൊരു ദിവസമായിട്ട് അവൻ എത്ര സങ്കടത്തിലിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പകച്ച് നിൽക്കാൻ ഇട്ട ശ്രുതി ജനലിൻ്റെ അവിടെ. അപ്പം ചോദിക്കും നിങ്ങളുടെ മോൾക്ക് നിങ്ങളേനെയും നിങ്ങളുടെ ഏട്ടൻ മോനെ ഒന്നും കാണണ്ടേ, അവരുടെ ഏട്ടൻ്റെ മോനോട് അവർക്ക് ഒരു സ്നേഹമില്ലേ. അപ്പോൾ പറയില്ല അവരിഞ്ഞ് വരില്ലേ, അവളിഞ്ഞ് വരില്ലേ വീട്ടിലേക്ക്, അവൾക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ല പറയും. അതെന്താ ഇഷ്ടമില്ലാത്ത, നിങ്ങളേന് അവരുടെ ഏട്ടൻ്റെ മോനൊന്നും അവർക്ക് ഇഷ്ടമില്ല ആൻറ്റി ചോദിക്കുമ്പോൾ ആദ്യയുടെ അമ്മൂമ്മ സത്യം തുറന്ന് പറയണേ, ശ്രുതിയുടെ അമ്മ അത് സത്യം അവരോട് തുറന്ന് പറയാണ്. അവരോട് പറയാണ് ഞാനൊരു കാര്യം പറയാം, ഇത് അവളുടെ ഏട്ടൻ്റെ മോനല്ല. സച്ചി പറയും ഏട്ടൻ്റെ മോനല്ലേ, പിന്നെ ചോദിക്കുമ്പോൾ പറയും ഇത് അവളുടെ തന്നെ മോനാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ശ്രുതിയൊക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്, ദൈവമേ അമ്മയുടെ വായെന്ന് സത്യം പുറത്ത് വന്നു എന്നുള്ള ആ ഒരു ഷോക്കിലാണ് ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്